UDF പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങൾ അതിശക്തമാണ്. ഒന്നാമത് വിജിലൻസ് ക്ലീൻ ചിറ്റ്, MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് അങ്ങ് തള്ളിക്കളഞ്ഞു ആദ്യം കോടതി. എന്നിട്ട് അതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ചുള്ള അതിരൂക്ഷമായ പരാമർശങ്ങൾ കോടതിയിൽ വന്നിരിക്കുകയാണ്. അനധികൃതമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കൂടുതൽ പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിലും അപ്പുറം പറയാനുണ്ട്, തൽക്കാലം പറയുന്നില്ല എന്ന് കോടതി പറയുകയാണ്. ഇത്രയും ശക്തമായ പ്രതികരണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടും അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രതിപക്ഷത്തു നിന്നും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വരുന്നു. അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി രാജിവെക്കണം, പ്രസ്താവനയാണ്. മുഖ്യമന്ത്രി വകുപ്പൊഴിയണം എന്നുള്ള പ്രസ്താവനകൾ ചില നേതാക്കളിൽ നിന്ന് വരുന്നു. പക്ഷേ നിങ്ങൾക്കത്ര ബലം പോലെ നിങ്ങളുടെ പ്രതികരണത്തിന് എന്ന വിമർശനവും ഉണ്ട്. അങ്ങേക്ക് പറയാം. സ്മൃതി, നമ്മളിപ്പോൾ കേരളത്തിൽ കാണാറുള്ള എവിടെയെങ്കിലും ഒരു പാലം തകരുന്നു, ഒരു സ്കൂൾ കെട്ടിടം തകർന്നു വീഴുന്നു, അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പൊതുവേ ഈ ഉദ്യോഗസ്ഥന്മാരെ ബലി കൊടുത്ത് രാഷ്ട്രീയ നേതൃത്വം തടിതപ്പുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ കാണുന്ന ഒരു കാഴ്ച, ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവശേഷിക്കുന്ന പ്രതിച്ഛായയുടെ അവസാനത്തെ തരിമ്പും നഷ്ടപ്പെട്ടാലും ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കും എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ സ്മൃതി കഴിഞ്ഞ മെയ് മാസം തന്നെ ഈ കോടതി ഈ ഷിബു പാപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണത് കോടതിയിലല്ല, അത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ് എന്ന് കോടതിയോട് ഈ ഉദ്യോഗസ്ഥൻ അന്ന് തന്നെ നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ്, കോടതി മുറിയിൽ നമ്മൾ ഉണ്ടായിട്ടില്ല, ഒരു നീരസം കോടതി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ റിപ്പോർട്ട് പരിശോധിച്ചു. ഇപ്പോൾ റിപ്പോർട്ടർ TV തന്നെ ഇന്ന് പുറത്തുവിട്ടല്ലോ. എന്താണോ ADGP അജിത് കുമാർ അത് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുൻപാകെ മൊഴിയായി കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ്. നമ്മൾ പണ്ട് ഇംഗ്ലീഷിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുന്നത് പോലെ അവിടെ കേട്ടത് അതേ മട്ടിൽ തങ്ങളുടെ കണ്ടെത്തലുകളായി പകർത്തി എഴുതിയ റിപ്പോർട്ട് കേരള മുഖ്യമന്ത്രിയുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇനി രാജിയുടെ പ്രശ്നത്തിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ ഇന്ന് വിജിലൻസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ്, അദ്ദേഹം വിജിലൻസിൻ്റെ തലവനാണെന്നിരിക്കെ തന്നെ ഈ റിപ്പോർട്ട് പരിശോധിക്കുക. ഒരു അന്വേഷണത്തിൻ്റെ മെറിറ്റിൽ കേരള മുഖ്യമന്ത്രിക്ക് എന്നല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇടപെടാൻ അധികാരമില്ല. അത് സ്വാഭാവികമായ ഒരു സംഗതിയാണ്. കേരള മുഖ്യമന്ത്രിക്ക് വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ക്രമീകരണം നടത്താം, അവരുടെ മറ്റു കാര്യങ്ങളിൽ ഇടപെടാമെന്നല്ലാതെ വിജിലൻസിൻ്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ കേരള മുഖ്യമന്ത്രിക്ക് അധികാരമില്ലാതിരിക്കെ, ആ അധികാരം കോടതിക്ക് മാത്രമാണ് ഉള്ളത് എന്നിരിക്കെ, ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് എന്ന് പറയുന്ന ഒരു രേഖ കേരള മുഖ്യമന്ത്രി ഒപ്പിട്ട് നിങ്ങൾ എൻ്റെ മുൻപിൽ എത്തിക്കും എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇനി ഇതിലെ രാഷ്ട്രീയ ധാർമ്മികത, നമ്മളിപ്പോൾ കരുണാകരൻ്റെ കാലത്തേക്ക് ഒന്നും പോകണ്ട. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന റെജി ലൂക്കോസിനെ താങ്കൾ ആവർത്തിച്ച് എന്ന് വെച്ചാൽ KM മാണിക്കെതിരെ കേരള ഹൈക്കോടതി നടത്തിയ പരാമർശം വിധിയുടെ ഭാഗമായിരുന്നില്ല സ്മൃതി. മാണി സാറിനെതിരെ ഒരു വിധിയും വന്നിട്ടില്ല. ആ കേസ് കേൾക്കുന്ന സന്ദർഭത്തിൽ ഒരു വാചകം എന്ന് വെച്ചാൽ രാഷ്ട്രീയ ധാർമ്മികതയെ സംബന്ധിക്കുന്ന ഒരു വാചകം പറഞ്ഞു. അതേ തുടർന്ന് കണ്ട നാടകങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, കേരള നിയമസഭ തെല്ലി തകർത്ത വിദ്വാൻമാർ, ഇപ്പോൾ പിണറായിയുടെ ഇടതും വലത്തും ഇരിപ്പുണ്ട്. ആ KM മാണി സാറിൻ്റെ രാജി ആവശ്യപ്പെട്ടവർ രാഷ്ട്രീയ ധാർമ്മികത എന്ന വാക്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? വളരെ കൃത്യമാണല്ലോ. ADGP അജിത് കുമാറിനെതിരെ അവിഹിത സ്വത്ത് സമ്പാദനത്തിൻ്റെ കേസുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലെ വോട്ട് കൊള്ള നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ചേർത്ത കള്ളവോട്ടുകൾ മാത്രമല്ലല്ലോ, അവിടെ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ അനുകൂലമായ ഒരു രാഷ്ട്രീയ പരിസരമൊരുക്കിയ, ഒരു വൈകാരിക പശ്ചാത്തലം ഉണ്ടാക്കിയ തൃശ്ശൂറും പൂലം കലക്കലില്ലേ, ഈ മനുഷ്യൻ തൃശ്ശൂർ നഗരത്തിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തില്ല. പറയുന്നത് വെറുതെക്കാരും സ്മൃതി. പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ രണ്ടാമത്തെ പാർട്ടിയുടെ ഒന്നാമത്തെ മന്ത്രിയായ K രാജനാണല്ലോ. അങ്ങനെയുള്ള ഒരാൾ, RSSകാരെ പോയി കണ്ട ഒരാൾ അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചു. ഇപ്പോൾ 2009 വാങ്ങിയൊരു ഫ്ലാറ്റ് അത് എൻ്റെ പേരിലാക്കിയില്ലല്ലോ എന്നെനിക്ക് ഓർമ്മ വന്നത് 2016 വിൽക്കാൻ എപ്പോഴാണ് സ്മൃതി നമുക്ക് എവിടേക്കാണ് സ്വത്തുള്ളത്, അതിൽ ആധാരം എത്ര കഴിഞ്ഞു, ആധാരം എത്ര കഴിഞ്ഞില്ല എന്നൊക്കെ ഒരാൾക്ക് തിട്ടമില്ലാണ്ടാവുന്നത് ഒന്നുകിൽ അയാൾക്ക് കണക്കറ്റ സ്വത്തുണ്ടാവണം, അല്ലെങ്കിൽ വസ്തുക്കച്ചവടം ഉണ്ടാവണം. ഇത് രണ്ടും ADGP അജിത് കുമാറിന് പറ്റുന്ന പണിയല്ല. അപ്പോൾ അതിൽ നിന്ന് കൃത്യമാണ്. ഇനിയിപ്പോൾ തെളിവില്ല എന്ന് റെജി ലൂക്കോസ് ആവർത്തിച്ച് ഞാൻ ചോദിക്കട്ടെ, ഹിയർ ദ അതർ സൈഡ്, നാച്ചുറൽ ജസ്റ്റിസ് ആണല്ലോ. ഈ പരാതി കൊടുത്ത PV അൻവറും ഈ കോടതിയെ സമീപിച്ച ഈ പറയുന്ന നാഗരാജ് അവരെ കേട്ടിട്ടുണ്ടോ?
നിങ്ങൾ പറയുന്ന ഈ ആരോപണങ്ങളെ നാഗരാജനെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന ഈ ആരോപണങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അവിടെയാണ് സ്മൃതി രക്ഷപ്പെടാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. തുല്യം ചാർത്താൻ ആ രേഖയൊന്ന് മേശപ്പുറത്ത് വന്നു കിട്ടാൻ കേരളത്തിന്റെ പൊന്നുതമ്പുരാൻ കാത്തു നിൽക്കുകയായിരുന്നു എന്ന സംശയം ബലപ്പെടുന്നത് ഇവരാരും കേട്ടിട്ടില്ല. അവർ കേൾക്കാതെ തന്നെ അവർ പറഞ്ഞത് തെറ്റാണ്, ADGP അജിത് കുമാർ ഞങ്ങളുടെ മുൻപിൽ വന്നിരുന്ന് മൊഴിഞ്ഞതാകെ സത്യമാണ് എന്നിവർ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഞാൻ വീണ്ടും ആ രാഷ്ട്രീയ ചോദ്യം ആവർത്തിക്കാണ്. ഇത്രയധികം കളങ്കം താൻ ഈ ഭരണമേറ്റ ആദ്യ നാൾ മുതൽ തുടർന്നു വരുന്ന സംഘപരിവാറിനുള്ള വിധേയത്വം ഇത്ര പ്രകടമായ മറ്റൊരു സന്ദർഭം ഇല്ലാതിരുന്നിട്ട് കൂടി ADGP അജിത് കുമാർ എന്ന വ്യക്തിയുടെ പേരിൽ സാക്ഷാൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പൊളിറ്റിക്കൽ ക്രെഡൻഷ്യൽ 1% പോലും അവശേഷിക്കാത്ത വണ്ണം തകർന്നിട്ടുകൂടി ഒടുവിൽ ഒരു കോടതി പോലും നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യം എന്ന് ചോദിച്ചിട്ട് കൂടി ADGP അജിത് കുമാറിനെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം ചെന്ന് നിൽക്കുന്നത് ഞാൻ പറഞ്ഞ കേരളം കണ്ട തൃശ്ശൂരിനെ ഒറ്റുകൊടുത്ത കേരളത്തെ മുഴുവൻ ഒറ്റുകൊടുക്കാനിരിക്കുന്ന പിണറായി വിജയൻ എന്ന നേതാവിന്റെ സംഘപരിവാർ ദാസ്യത്തിലാണ്. അവനവനെ കരുതി, അവനവന്റെ കുടുംബത്തെ കരുതി, പിണറായി വിജയൻ തന്റെ മക്കളെ കരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ വഞ്ചനയുടെ പിന്നാമ്പുറത്തേക്ക് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചെത്താൻ ഈ സംഭവം മതിയാകും. അതല്ലാത്തവർ മാണിസാറിനെതിരെ കേരള നിയമസഭയുടെ ബെഞ്ചിൽ ചാടി കയറിയത് VD സതീശനല്ലേ, കമ്പ്യൂട്ടർ തല്ലി പൊളിച്ചത് VT ബലറാമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം. അത് ശിവൻകുട്ടിയായിരുന്നു, അത് LDF ആയിരുന്നു എന്ന് കാണാൻ, ചിന്തിക്കാൻ, മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾ പണയം വെച്ചതുപോലെ AKG സെന്ററിൽ മുഴുവൻ മലയാളികളും പണയം വെച്ചിട്ടില്ല എന്ന് ഓർക്കുന്നത് നന്നാവും. ഞങ്ങളിപ്പോൾ രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ ധാർമ്മികത എന്ന വാക്കിൽ പിണറായി വിജയന് വിശ്വാസമുണ്ടോ? പക്ഷെ അതിനൊരു ബലം പോരാ എന്ന വിമർശനമുണ്ട്. ആത്മാർത്ഥതയാണോ തങ്ങൾ നിങ്ങൾ രാജി ആവശ്യപ്പെടുന്നത് ഒരു വാർത്താക്കുറിപ്പിലാണ്. ബലം ഇന്നിപ്പോ പരാമർശം വന്നല്ലേ ഉള്ളൂ സ്മൃതി. ഈ വാർത്താക്കുറിപ്പ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ബലം വരും ദിവസങ്ങളിൽ വന്നോളും, സമരങ്ങൾ ഉണ്ടായിക്കോളും, ഇതേക്കുറിച്ചുള്ള സംവാദങ്ങൾ നടന്നോളും. ഇതിൽ നിന്നും പിണറായി വിജയൻ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകുമെന്നോ കേരളത്തിന്റെ പ്രതിപക്ഷം അദ്ദേഹത്തെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ അനുവദിക്കുമെന്നോ സ്മൃതി നിങ്ങൾ വിചാരിക്കണം. നമ്മൾ ഇത് വന്നിട്ട് ഏതാനും മണിക്കൂറുകളല്ലേ ആയുള്ളൂ. കാത്തിരുന്നോളൂ. ശരി, പിണറായി വിജയൻ ഇതിന്റെ സമാധാനം കേരളത്തോട് പറയേണ്ടി വരും. അതില് സ്മൃതിക്ക് ഒരു സംശയവും വേണ്ട. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.